ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും TGS വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ടൈപ്പെക്സിന്റെ കസ്റ്റമർ കെയർ സപ്പോർട്ടുമായിട്ട് നമുക്ക് എങ്ങനെ ചാറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. കാരണം ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചത് എങ്ങനെയാണ് അവരുമായിട്ട് കോൺടാക്ട് ചെയ്യുന്നത്, എന്തെങ്കിലും ചേഞ്ചസ് വരുത്താനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനോ അവരുമായിട്ട് കോൺടാക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കുറെ പേര് മെസ്സേജ് അയച്ചായിരുന്നു. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ എന്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ബെല്ലൈക്കൻ ക്ലിക്ക്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അവരുമായിട്ട് ചാറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കിവിടെ താഴെയായിട്ട് ചാറ്റിൻ്റെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യാൻ നമ്മൾ ഇങ്ങനെ ഒരു പേജിലേക്ക് ആയിരിക്കും വരുന്നത്. ഇവിടെ നമുക്ക് ലൈവ് ചാറ്റ് റൂം എന്നുള്ള ഓപ്ഷനൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. പക്ഷേ നമുക്ക് വേണ്ടത് ഏതെങ്കിലും ഒരു പേഴ്സണായിട്ട് നമുക്ക് കോൺടാക്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിനുവേണ്ടി ഏറ്റവും ഫസ്റ്റ് ആയിട്ടുള്ള നമുക്കൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. ഏറ്റവും ഫസ്റ്റ് ഇംഗ്ലീഷ് ചാറ്റ് റൂം എന്നുള്ള അതിലല്ല ക്ലിക്ക് ചെയ്യേണ്ടത്. അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലൈവ് ആയിട്ടുള്ള ചാറ്റ് റൂമിലേക്കാണ് പോകേണ്ടത്. നമുക്ക് വേണ്ടത് സെൻഡ് എസ് എ മെസ്സേജ് എന്നുള്ള ആ ടോപ്പിലുള്ളതാണ്. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യാത്ത ഇങ്ങനെ ഒരു പേജിലേക്ക് വരുന്നത്. ഇവിടെ നമ്മൾ താഴെ നോക്കുകയാണെങ്കിൽ ഇവിടെ 4 ഓപ്ഷൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിൽ നമുക്ക് ആരെങ്കിലുമായിട്ട് ചാറ്റ് ചെയ്യണമെങ്കിൽ, പ്രത്യേകിച്ച് ഏതെങ്കിലും പേഴ്സണായിട്ട് ചാറ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ബോട്ടായിട്ടുള്ള നമുക്ക് ആൻസർ കിട്ടുന്നതായിരിക്കും. അതിനുവേണ്ടി നമുക്ക് കോൺടാക്ട് സപ്പോർട്ട് ഹിയർ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അതിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അതിൽ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ ബോട്ട് വഴി നമുക്ക് കുറച്ച് മെസ്സേജ് വരുന്നതായിരിക്കും. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്ത് കണ്ടോ കുറേ മെസ്സേജ് വരുന്നതായിരിക്കും. അതിനുശേഷം ഇവിടെ നമ്മൾ എന്തിനെ റിലേറ്റഡ് ആണെന്നുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിനെ റിലേറ്റഡ് ആയിട്ടുള്ളതാണെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുമ്പം അതിൻ്റെ കുറേ റീസെൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം ഒക്കെ കാണിക്കും. അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ നിന്നും ചാറ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും താഴെയായിട്ട് വരാത്ത ഏറ്റവും താഴെ നമുക്ക് കോൺടാക്ട് സപ്പോർട്ട് ഫോർ ന്യൂ ഇഷ്യൂ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാൻ എപ്പോഴും അവിടെ നിന്നാണ് ചാറ്റ് ചെയ്യാറ്. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് കോൺടാക്ട് സപ്പോർട്ട് ഫോർ ന്യൂ ഇഷ്യൂ എന്നുള്ളത്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ആളുമായിട്ട് ചാറ്റ് ചെയ്യാം. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് അതിൻ്റെ റിപ്ലൈ കിട്ടത്തില്ല. ചിലപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ചിലപ്പം 5-6 മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ചില സമയത്ത് എനിക്ക് ഒരു ദിവസം വരെ വെയിറ്റ് ചെയ്യേണ്ട വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ബോട്ട് ക്രിയേറ്റ് ചെയ്ത കുറച്ച് മെസ്സേജ് കാണാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം അവർ പറയുന്നുണ്ട് നമ്മുടെ പ്രോബ്ലം എന്താണോ അത് നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് അയക്കാം. അപ്പോഴത്തേക്കും അത് നോക്കിയിട്ട് നമ്മൾ അയച്ചു കൊടുത്ത ക്വസ്റ്റ്യൻ നോക്കിയിട്ട് അതിനുള്ള ആൻസർ ആരെങ്കിലും അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പേഴ്സൺ നമുക്ക് അവരുടെ ടൈം പേഴ്സണിലുള്ള ഏതെങ്കിലും ഒരു പേഴ്സൺ എക്സ്പെർട്ട് ആയിട്ടുള്ള പേഴ്സൺ നമുക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇവിടെ എന്താണോ പ്രശ്നം അത് നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് അയച്ചു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ചാറ്റ് ബോക്സിൽ ആൾക്കാരുമായിട്ട് നമുക്ക് ചാറ്റ് ചെയ്ത് നമുക്ക് റിപ്ലൈ കിട്ടുന്നത്. അപ്പോൾ ഇതുപോലെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട്, നിങ്ങളുടെ പ്രൊഫൈൽ ചേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ പ്രൊഫൈലിൽ എന്തെങ്കിലും മാറ്റമൊക്കെ വരുത്തണമെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഇതുപോലെ വന്ന ശേഷം നിങ്ങളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ടൈപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് അവർ റിപ്ലൈ തരുന്നതാണ്. കാരണം ഞാൻ ഒരു 5-8 തവണ ചാറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് എല്ലാ തവണയും റിപ്ലൈ കിട്ടിയിട്ടുണ്ട്. ഒരു തവണ പോലും എനിക്ക് റിപ്ലൈ കിട്ടാതെ ഇരുന്നിട്ടില്ല. പക്ഷേ കുറച്ച് ടൈമൊക്കെ എടുത്തിട്ടുണ്ട്. ടൈം എടുത്തിട്ടാണ് എനിക്ക് റിപ്ലൈ കിട്ടിയിട്ടുള്ളത്. ഇത് നോക്കി ഞാൻ കാണാൻ സാധിക്കുന്നത് ഞാൻ ചെയ്ത ചാറ്റുകളാണ്. ഈ കിടക്കുന്ന മൊത്തം ഞാൻ ചെയ്ത ചാറ്റുകളാണ്. എനിക്ക് എല്ലാത്തിനും റിപ്ലൈ കിട്ടിയായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട, നേരെ ഈ ചാറ്റ് സെക്ഷനിൽ വന്ന് ചാറ്റ് ചെയ്യുക. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ലൈവ് റൂമാണ്. ലൈവ് റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എല്ലാവരും കോമൺ ആയിട്ട് ഒരുപാട് ആൾക്കാർ ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കും. അതിനായിട്ട് ആൻസർ കിട്ടിക്കൊണ്ടിരിക്കും. പക്ഷേ അത് എപ്പോഴും നമുക്ക് ആൻസർ കിട്ടണമെന്നില്ല. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ജസ്റ്റ് ജോയിൻ റൂം എന്നുള്ള ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്കിവിടെ ജോയിൻ എന്നുള്ള ഓപ്ഷൻ വരുന്നതായിരിക്കും. അപ്പോൾ ആ ജോയിൻ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ ചാറ്റ് ചെയ്യാം. പക്ഷേ ഞാൻ അത് സപ്പോർട്ട് ചെയ്യത്തില്ല. ഇവിടെ ചാറ്റ് ചെയ്യേണ്ട. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് അവരുമായിട്ട് ചാറ്റ് ചെയ്യുക. പിന്നെ എന്തിനാണ് നമുക്ക് ഈ റൂമിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ നോർമലായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് നോക്കാം. ആൻസേഴ്സ് ഇതിനകത്ത് കാണാം. ഇപ്പം പേയ്മെൻറ്റ് ഡിലേക്ക് ആണെങ്കിൽ ഇതിനകത്ത് ആൻസർ കാണും, എന്തുകൊണ്ടാണ് പേയ്മെൻറ്റ് ഡിലേ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്.